ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എൻ്റെ ഒരു ഫുഡ് റുട്ടീനും ഞാൻ എടുത്തിരിക്കുന്ന ഈറ്റിംഗ് വിൻഡോയും ഫാസ്റ്റിംഗ് വിൻഡോയും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു രണ്ടാഴ്ച മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് എനിക്കിത് വീണ്ടും തുടങ്ങിയാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഈറ്റിംഗ് ആ ഒരു റേഷ്യോ എപ്പോഴും എടുക്കുന്നത് 8:16 എന്നുള്ള റേഷ്യോ ആണ് എല്ലാവരും എടുക്കുന്നത്. അത് 8 hours ഈറ്റിംഗ് വിൻഡോയും 16 hours ഫാസ്റ്റിംഗ് വിൻഡോ അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ 2 കൊല്ലത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അത് മാത്രമല്ല, എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് പറഞ്ഞ പോലെ ഒത്തിരി അങ്ങ് കുറയ്ക്കുക ഉള്ളതല്ല. ഇപ്പം എൻ്റെ വെയിറ്റ് 62.45 അങ്ങനെ എന്തോ ആണ്. അപ്പം അത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇനിയും കൂടല്ല. എൻ്റെ ഒരു ശരീരപ്രകൃതം അനുസരിച്ച് ഇനിയും വെയിറ്റ് കൂടുന്ന ഒരു ശരീരപ്രകൃതമാണ് ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച്. നേരത്തെ എനിക്ക് വെയിറ്റ് കൂടുമായിരുന്നു. എൻ്റെ വെയിറ്റ് കൂടുന്ന ശരീരപ്രകൃതം തന്നെ ആയിരുന്നു നേരത്തെ. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് കോവിഡും ടൈഫോയിഡും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും ഇതിങ്ങനെ വെയിറ്റ് കുറഞ്ഞു പോയതാണ്. പിന്നെ ഇപ്പം ഞാനത് പതുക്കെ ആദ്യം ഞാൻ എൻ്റെ ഒരു 50-18 ആക്ച്വലി ഒരു 61-62 ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. കാരണം എൻ്റെ വെയിറ്റ് 58 ഒക്കെ ആയിരുന്നു. പിന്നെ അതിന് ഞാനൊരു 60-62 വരെ എത്തിച്ചു. ഇനി എനിക്കെന്ന് പറയുന്നത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പഴയ പോലെ അന്നത്തെ പോലെ എൻ്റെ അങ്ങ് കൂടി പോലെ. കാരണം നമ്മൾ എൻ്റെ ശരീരം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഫുഡിൽ ഒന്നും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങ് കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങി. ഞാൻ ഒരു ആഴ്ചയിലൊരു 5 ദിവസമൊക്കെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുള്ളൂ. ശനിയും ഞായറും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമുക്ക് പുറത്തൊക്കെ പോകുന്നത് കൊണ്ടും ഒന്നും അങ്ങനെ പറ്റാറില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 5 ദിവസം ഞാൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. തിങ്കൾ തൊട്ട് വെള്ളി വരെ ചെയ്യും. ശനിയും ഞായറും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. പുറത്ത് പോകാത്ത ദിവസം ആ രീതിയിൽ തന്നെ ഫുഡ് കഴിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പം അടുപ്പിച്ച് 5 ദിവസം കറക്റ്റായിട്ട് ഞാൻ എടുക്കാൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണിക്ക് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് ഒരു 6 മണി വരെ. ആദ്യം ഞാൻ 6:30 വരെ ആയിരുന്നു. ഇപ്പം ഞാനൊരു 6 മണി, ഞാനൊരു 2ാമത്തെ വീക്ക് ആയപ്പോഴത്തേനും അതൊരു 6 മണിയാക്കി. അരമണിക്കൂർ 6 മണിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഞാൻ 8 to 6:30 എടുത്തു. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഒരു 6 മണി ആകുമ്പോഴത്തേനും കഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. 6 മണിക്ക് ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈറ്റിംഗ് ഇതെന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. അതൊക്കെ ഏകദേശം എത്ര ഒരു 10 hours അല്ലേ? ഒരു 10 hours ഈറ്റിംഗ് വിൻഡോ അതാണ് എൻ്റെ. പിന്നെ ബാക്കിയുള്ള 14 hours ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രം കുടിക്കും. കലോറി അടങ്ങി ഒന്നും കുടിക്കാൻ പാടില്ല. ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നവർക്ക് കുടിക്കാമെന്നാണ് കേട്ടിരിക്കുന്നത്, മധുരമില്ലാത്ത ഗ്രീൻ ടീ ഒക്കെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ അതായത് 10:40 എന്നുള്ള റേഷ്യോയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും നമ്മളിപ്പം ആദ്യമായിട്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണേലും അങ്ങനെ ഒരു റേഷ്യോയിൽ ഏറ്റവും കുറഞ്ഞ ഒരു രീതിയിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഉടനെ കയറി 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നതിലും പതുക്കെ നമുക്ക് സമയം ഇങ്ങനെ ബാക്കിലോട്ട് ആക്കി കൊണ്ടുവരണം. മീൻസ് ഞാൻ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം 8 മണിക്ക് തുടങ്ങി 6:30 ആയിരുന്നു. പിന്നെ അത് അടുത്ത വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞാനത് 6 o'clock ആക്കി. അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി അതുമായിട്ടൊന്ന് പരിചയപ്പെടണം. പിന്നെ നമുക്ക് അമിതമായ ക്ഷീണവും തോന്നിക്കില്ല. അതാണ് മെയിൻ കാര്യം. ആദ്യമായിട്ട് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഇതുവരെ ചെയ്യാത്തവരെടുക്കുമ്പോൾ എന്തായാലും തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയും 16 hours ഫാസ്റ്റിംഗ് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ചിലപ്പം വിശക്കും, കടിച്ച് പിടിച്ച് കിടക്കേണ്ടിയൊക്കെ വരും ആദ്യമായിട്ട് വരുമ്പോൾ. പക്ഷേ ഞാനിപ്പം കുറച്ച് ചെയ്ത് എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം
അത് ഞാൻ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും വീണ്ടും തുടങ്ങിയപ്പം അത്രയും ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നില്ല. റീസ്റ്റാർട്ട് ചെയ്തപ്പം അത്ര ഒരു ബുദ്ധിമുട്ട് വന്നില്ല. അപ്പം ഞാൻ 8 മണിക്കാണ് ഇപ്പം കഴിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ ഫുഡിൽ ഞാൻ വരുത്തിയ കൺട്രോൾ എന്ന് പറയുന്ന മധുരവും പിന്നെ മധുരമാണ്. അത് ഈ ആഴ്ചയിൽ 5 ദിവസമേ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ളൂ. മധുരവും നമ്മുടെ ബേക്കറി ഐറ്റംസും, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇരുത്തി മീൻസ് എല്ലാ ദിവസവും നമ്മൾ വെച്ചിരുന്ന് തിന്നുന്ന കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് മധുരം, ചോക്ലേറ്റ്, അതെല്ലാം ഈ ആഴ്ചയിൽ 5 ദിവസം. അത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പണ്ട് ഞങ്ങൾ വളരെ കുറവാണ് മേടിക്കുന്നത്, ഇപ്പം മേടിക്കുന്നില്ല എന്ന് അങ്ങ് തീരുമാനിച്ചു. അപ്പം അങ്ങനെ ആ ആഴ്ചയിൽ 5 ദിവസം അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസും ഇതും മധുരമാണ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ വീട്ടിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിക്കാറുണ്ട്. മീൻ വറുത്തതും ചിക്കനും ചോറാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഞാൻ ഈ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയ ഒരു ഡയറ്റ് അല്ല എൻ്റെ. അത് ഞാൻ അത് എന്താ പറയുന്നത്, കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയുള്ള ഡയറ്റ്. ഒന്നാമത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതിരിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു ദിവസമൊക്കെ സഹിക്കാതെ അടുപ്പിച്ചൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ ചോറും കൂട്ടാനും ഒക്കെ ഞാൻ എങ്ങനെയാണോ സാധാരണ എൻ്റെ വീഡിയോയിലൊക്കെ ലഞ്ചൊക്കെ ഉണ്ടാകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കഴിക്കുന്നത്. അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഒന്നും ഞാൻ അങ്ങനെ എന്താ പറയുന്നത്, അത് ഡയറ്റിന് വേണ്ടിയിട്ടൊന്നും ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ ഉള്ളതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. വൈകുന്നേരം ചിലപ്പം എന്തെങ്കിലും ഞാൻ വൈകുന്നേരത്തെ ഫുഡാണ് ഞാൻ സിമ്പിളാക്കാൻ നോക്കുന്നത്. ഒരു 6 മണിക്കുള്ള ആ ഒരു ഡിന്നറാണ് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു എഗ് ദോശയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിമ്പിളാക്കി. എഗ് ദോശയ്ക്കകത്ത് തന്നെ എഗ്ഗിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ കയ്യിലിരിക്കുന്ന പച്ചക്കറികളിലൊക്കെ ഇട്ട് ഒരു എഗ് ദോശ പോലെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ കഴിക്കാനാണ് വൈകുന്നേരം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. രാവിലെയും ഉച്ചയ്ക്കും സാധാരണ പോലെ തന്നെ. രാവിലെ ആണെങ്കിൽ സ്മൂത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് ഞാൻ പണ്ടും അങ്ങനെയൊന്നും അല്ല. രാവിലെ ഞാനും ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, മിക്കവാറും വീക്ക് ഡേയ്സിൽ ഇവിടെ ദോശയായിരിക്കും. അപ്പം ദോശയും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഞാൻ വൈകിട്ട് മുട്ട കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ ഞാൻ മിക്കവാറും ചെറുപയറായിരിക്കും എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കാര്യം ആഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ദോശയും ചമ്മന്തി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഞാനിവിടെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേവിച്ചെടുക്കാം. ഞാനും ശ്രീഹരിയും ചെറുപയർ പുഴുങ്ങി കുറച്ച് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ദോശയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. ചമ്മന്തിയായിട്ട് പ്രത്യേകം ഉണ്ടാക്കുന്നില്ല. ചെറുപയർ അങ്ങ് കറിയാക്കാനാണ് എൻ്റെ പ്ലാൻ. അല്ലെങ്കിൽ ദോശ, ചമ്മന്തി, ചെറുപയർ പുഴുങ്ങിയത്. ഇന്നലെയൊക്കെ ചമ്മന്തി എടുത്തതുകൊണ്ട്, ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ദോശയും ചെറുപയർ കറിയും ഉണ്ടാക്കാമെന്ന് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും നേരം ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പം ആദ്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലോറി ഉള്ളത് കയറി കഴിക്കല്ലേ. അതിന് പകരം നട്ട്സിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ തുടങ്ങണം. അപ്പം ഞാനിവിടെ നട്ട്സിലാണ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് വാൾനട്ടോ കാഷ്യൂനട്ടോ ബദാമോ പിസ്ത അങ്ങനെ എന്തെങ്കിലും ഒരു നട്ട്സിൽ അത് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് പതുക്കെ ചായയോ, പിന്നെ ഞാൻ ചായ കുടിക്കും, പിന്നെ ഞാൻ ഫുഡ് കഴിക്കും. അങ്ങനെ ഞാൻ പതുക്കെയാണ് എന്താ പറയുന്നത്, അത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പം രാവിലെയൊക്കെ നല്ല വിശപ്പ്, ഇങ്ങനെയൊക്കെ ചിലർക്ക് ഫാസ്റ്റിംഗ് ഒക്കെ ഇത്ര നേരത്തെ കഴിഞ്ഞിട്ട് വിശപ്പ് വരുമ്പോൾ അമിതമായി അങ്ങ് ഇതാക്കി കഴിക്കില്ല, വയറ്റിലേക്ക് ഒത്തിരി കാലോറി ഉള്ളത് കയറ്റി കഴിക്കില്ല. ഇങ്ങനെ തന്നെ എന്തെങ്കിലും ചെറിയ ലോ കാലറി ഉള്ള കാര്യം ആദ്യം കഴിക്കുക, പിന്നെ അങ്ങനെ കഴിച്ച് തുടങ്ങുന്നതായിരിക്കും ആ ദിവസത്തിൽ നല്ലത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇനിയും കഴിക്കുന്ന സമയത്ത് കാണാം. ഇന്ന് കുക്കിംഗ് കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് എടുക്കുന്നില്ല. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ
ഡയറ്റിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ഞാൻ ചെയ്യുവാണെങ്കിൽ അതിടാം. അല്ലാതെ ഞാൻ കുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഫുഡ് റുട്ടീനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ 8 മണിക്കാണ് ഇനി ഫുഡ് കഴിക്കാൻ, ഈ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു 8 മണിയായപ്പം ഞാൻ കുറച്ച് വാൾനട്ടും ബദാം ഞാൻ കഴിക്കുന്നതാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ ഇടാൻ മറന്നുപോയി. ബദാമും വാൾനട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇങ്ങനെ നട്ട്സ് കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനൊരു 8 മണിയൊക്കെ ആവുമ്പം ഈ നട്ട്സ് കഴിക്കും. പിന്നെ ഞാൻ ചായ കുടിക്കും. ഞാൻ കൂടുതലും വാൾനട്ടും ബദാമും കാഷ്യൂനട്ട് ഇരിപ്പുണ്ട്. എനിക്ക് എന്തോ കാഷ്യൂനട്ട് രാവിലെ കഴിക്കാൻ തോന്നത്തില്ല, എന്താണെന്നറിയത്തില്ല. എനിക്ക് രാവിലെ വെറും വയറ്റിൽ ഇപ്പം എനിക്ക് ബദാമും വാൾനട്ടേ കഴിക്കാൻ തോന്നത്തുള്ളൂ. പിന്നെ ഉണക്കമുന്തിരിയൊക്കെ കുതിർത്ത് കഴിക്കുന്നവർക്ക് കഴിക്കാം, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ നട്ട്സും കഴിച്ച് ചായയും കുടിച്ചതിന് ശേഷം ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഈ കഴിക്കുന്ന ചിലർക്ക് ചിലപ്പം ഈ ഞാൻ രാവിലെ അരി ഉഴുന്ന് അരച്ച ദോശയാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ അന്ന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തപ്പം എനിക്ക് തൈറോയിഡ് ഇല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് തൈറോയിഡ് എന്ന് പറയുന്നത് എനിക്കൊരു സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണ് സംഭവം. കാരണം എൻ്റെ TSHന്റെ വാല്യൂ കുറച്ചൊരു നോർമലി കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് 4-നകത്തല്ലേ നിൽക്കേണ്ടത്, അത് 5, 6 അങ്ങനെയൊക്കെ എനിക്ക് കാണിക്കുന്നത്. അപ്പം ബാക്കി T3, T4 കാര്യങ്ങളൊക്കെ നോർമലാണ്. അപ്പം അത് എനിക്ക് തൈറോയിഡിന്റെ സിംറ്റംസ് കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതല്ല, അല്ലാതെ നമ്മുടെ ഇതൊക്കെ ഹോർമോൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ടെസ്റ്റ് ചെയ്തപ്പം ഇതിങ്ങനെ TSHന്റെ വാല്യൂ ഇങ്ങനെ ഇതിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ മറ്റേ anti-TPO സംഭവം ടെസ്റ്റ് ചെയ്തപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ എനിക്ക് തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ഒരു സിംറ്റംസും ഇല്ലായിരുന്നു. പീരീഡ്സ് ഒക്കെ നോർമലാണ്, അങ്ങനെ വലിയൊരു മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ല. എൻ്റെ വണ്ണം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എൻ്റെ വണ്ണമൊക്കെ ഞാൻ നോർമലായി കഴിഞ്ഞിട്ടൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ തൈറോയിഡ് ഇപ്പം മരുന്ന് എല്ലാം തൈറോയിഡ് നോർമലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എന്തിനാ തൈറോയിഡിൻ്റെ കാര്യം പറഞ്ഞു തന്നേ? അപ്പോൾ ഈ തൈറോയിഡ് ഉള്ളവർ ഈ റാഗി അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കണം എന്നുള്ള ഒരു കാര്യം ഞാൻ എവിടെയോ കേട്ടു. അതിനുശേഷം ഞാൻ റാഗി ഉപയോഗിക്കാറില്ല. റാഗി വല്ലപ്പോഴും ഒക്കെ ഞാൻ കഴിക്കത്തുള്ളൂ. അതുമാത്രമല്ല, എനിക്ക് ആദ്യം ഞങ്ങൾ റാഗിയെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. അപ്പം എനിക്ക് ടൈഫോയിഡിന് ശേഷം ഒന്നാമത് റാഗി കഴിച്ച് തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് വീണ്ടും ഇൻഡൈജഷൻ പോലൊക്കെ വന്നു, ടൈഫോയിഡ് കഴിഞ്ഞപ്പം. അപ്പം അപ്പോഴും ഞാൻ റാഗി അങ്ങ് നിർത്തിയപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ ഇതും തൈറോയിഡിൻ്റെയും ഇതെല്ലാം കൂടെ കൊണ്ട് ഞാൻ റാഗി അങ്ങ് ഒഴിവാക്കി. വല്ലപ്പോഴും ഇപ്പം ഒക്കെ ഞാൻ റാഗി ദോശ കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ അരി ഉഴുന്ന് അരച്ച ദോശയാണ് കഴിക്കുന്നത്. അരി ഉഴുന്ന് അരച്ച ദോശയും അപ്പം ഞാൻ ഈ റൈസ് ഐറ്റംസ് ആണ് എൻ്റെ ഇതിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ വണ്ണം കുറച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങത് കഴിച്ചാലേ എനിക്കൊരു എനർജി കിട്ടത്തുള്ളൂ. എനിക്ക് കാർബോഹൈഡ്രേറ്റ് ഇപ്പം രാവിലെ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ചോറും ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു ഡേ എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ സ്മൂത്തിയോ ബ്രെഡോ അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഒരു എനർജി കിട്ടത്തില്ല. എനിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയായിരിക്കണം. അത് ഇന്നും ഇന്നലെ എന്നാണെങ്കിലല്ല, എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ലഞ്ചും ഡിന്നറും ഒരു വേള സ്വല്പം വലിയൊരു ഗുണമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും, പക്ഷെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് എനിക്ക് പൊതുവേ ഇഷ്ടം, എൻ്റെ ശരീരത്തിനും ഇഷ്ടം. ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെങ്കിൽ ഞാൻ ആ ഒരു ഡേ ഫുൾ എനർജറ്റിക് ആയിട്ടിരിക്കും. അപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ദോശ, ഇഡ്ഡലി, പുട്ട്, പിന്നെ പൂരിയും ചപ്പാത്തിയൊക്കെ കുഴപ്പമില്ല,
എന്നുള്ളതേ ഉള്ളൂ. കഴിക്കും എന്നുള്ളതല്ലാതെ മറ്റേത് സ്മൂത്തി, ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കഴിവതും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിക്കാൻ ഇപ്പം ശ്രമിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ഇടയ്ക്ക് അത് ശ്രമിച്ചിരുന്നു, ഈ വണ്ണം കുറയണം എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹത്തിന്. അതുകൊണ്ട് അപ്പം ബ്രെഡ് ഓംലെറ്റ് പോലൊക്കെ ആക്കി കഴിച്ചിട്ടുണ്ട്. ബ്രെഡ് പീനട്ട് ബട്ടർ, ബുൾസൈ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച്, മധുരമില്ലാത്ത പീനട്ട് ബട്ടർ അങ്ങനെയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമാവും. എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം കഴിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് എനർജി തരുന്നത്. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇത് ഒട്ടും അങ്ങനെ ഒഴിവാക്കല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം രാവിലെ പ്രത്യേകിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതായിട്ട് ഇതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ ശ്രമിക്കും. അങ്ങനെ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ലഞ്ചിൻ്റെ കാര്യമാണ്. അപ്പോൾ രാവിലെ ഞാൻ പറയല്ലോ, മിക്കവാറും ദിവസങ്ങളിൽ ചെറുപയർ പുഴുങ്ങിയത് കാണും. അതൊരു പ്രോട്ടീൻ അല്ലേ. അപ്പം അതും ദോശ, ഇപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഞങ്ങളത് കുറച്ച് കഴിക്കും. ഇപ്പം മുട്ട ഇല്ലെങ്കിൽ തന്നെ ശ്രീഹരി മുട്ട കഴിക്കുവാണെങ്കിൽ അത് കഴിക്കത്തില്ല. ഞാൻ എല്ലാ ദിവസവും മുട്ട കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ചെറുപയറായിരിക്കും മിക്കവാറും ദിവസങ്ങളിൽ എടുക്കുന്നത്. മുട്ടയില്ലാത്ത ദിവസങ്ങളിൽ ചെറുപയറായിരിക്കും എടുക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ ഞാൻ മുട്ട കഴിച്ചില്ല. കാരണം എനിക്ക് രാവിലെ കഴിക്കാൻ തോന്നിയില്ല. ഉച്ചയ്ക്കാണ് ഞാൻ മുട്ട കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഈ പറഞ്ഞ ഞാൻ മുട്ട ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരവും കൂടെ ഞാൻ മുട്ട എടുത്ത് തന്നിരിക്കും. അപ്പം 2 മുട്ട കഴിച്ചില്ല. അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇനി മുട്ട കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ്. സ്ഥിരമായി ഞാൻ ആ മുട്ട അങ്ങനെ കഴിക്കത്തില്ല. സ്ഥിരമായി ഞാൻ മിക്കവാറും ചെറുപയറാണ് ഇവിടെ, ചെറുപയർ, ചീര, ഈ 2 ഐറ്റമാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത്. ശനി ഞായർ മിക്കവാറും കാണത്തില്ല. അല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും ഈ 2 ഐറ്റം ഈ വീട്ടിൽ കാണും, ചെറുപയറും ചീരയും. അതിന് ഞാൻ ബ്രേക്ക് ഇടും കേട്ടോ. നമ്മൾ ഒരു കാര്യവും ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പം അതിന് ഇടയ്ക്കൊരു ബ്രേക്ക് ഇടണം. അങ്ങനെ ഞാൻ അത് നോക്കി ഞാൻ ഇടയ്ക്ക് ഒരു 3-4 ദിവസത്തെ, ചീരയാണെങ്കിലും ഒരു 2-3-4 ദിവസത്തെ ബ്രേക്ക് ഞാൻ ഇട്ടിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കഴിച്ച് വരുമ്പോഴത്തേനും അപ്പം ഇന്ന് ചീരയുണ്ട്. ഇന്ന് ചീരയും ഉച്ചക്കത്തേക്ക് ചീര തോരൻ എന്തെങ്കിലും ആക്കണം. പിന്നെ കുറച്ച് മോര് വെച്ചതിരിപ്പുണ്ട്. പിന്നെ ഈ മീനച്ചാറ്, പിന്നെ ഒരു മുട്ടയും കൂടെ എടുക്കും. ഇന്ന് ഞാൻ അത്രേ വെക്കുന്നുള്ളൂ. വലിയൊരു കലാപരിപാടികളില്ല ഇന്ന്. ഇന്നത്തെ ദിവസം അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. ഒത്തിരി എന്നെന്തോ അങ്ങനെ ഒത്തിരി വെക്കാനും ഒരു ഇതില്ല. പിന്നെ മീൻ ഞാൻ വാങ്ങിച്ചില്ല. ഇന്നലെ ഞാൻ ഈ മീനച്ചാറിന്റെ പരിപാടിക്ക് നിന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അതെടുക്കാം. നാളെ നമുക്ക് ഈ മീനച്ചാർ ഇന്ന് എന്തായാലും ടേസ്റ്റ് നോക്കാൻ എടുക്കണമല്ലോ. അപ്പോൾ നാളത്തേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എത്തും. അപ്പോൾ ഇന്ന് അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ലഞ്ച്. പിന്നെ അതിന് ലഞ്ചിന് മുമ്പ് ഈ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും വിശക്കുമ്പം നമ്മൾ കഴിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നതായിരിക്കും നല്ല. അല്ലാതെ ഈ ബേക്കറി ഐറ്റംസ് പോയി കഴിക്കില്ല. കൊച്ചിൽ നമുക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. 10-11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കുറിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതൊക്കെ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് മാറ്റണം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വണ്ണമൊന്നും വെക്കത്തില്ല. എന്തെങ്കിലും കയ്യിലുള്ള ഫ്രൂട്ട്, എന്തെങ്കിലും ആപ്പിൾ, ഓറഞ്ച്, പഴം എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും കാണും. അത് കഴിക്കുക. അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും കഴിക്കുക. നട്ട്സ് ഞാൻ എനിക്ക് ചില സമയത്ത് ഈ സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പം മധുരം കഴിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി, ഞാൻ ഇപ്രാവശ്യം കിസ്മിസാണ് വാങ്ങിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഉണക്കമുന്തിരി മേടിച്ച് വെച്ചേക്കും. അതും ഞാൻ രാവിലെ കാഷ്യൂനട്ട് കഴിക്കത്തില്ല. അപ്പം ഒരു 10-11 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഈ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചുമ്മാ കുറച്ചെടുത്ത് തിന്നും. അപ്പം നമുക്ക് ആ ഒരു മധുരത്തിന് അതാവുകയും ചെയ്യും. എനിക്ക് പെട്ടെന്ന് ആ ഒരു സ്വീറ്റിന്റെ ക്രേവിങ് അങ്ങ് പോയി ഇത് കഴിച്ചു കഴിഞ്ഞാൽ.
അപ്പൊ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോയാണ് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒരുമിച്ച് കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല, ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒരുമിച്ച് കഴിക്കണം. അത് ഞാൻ ചില സമയത്ത് ഉച്ച കഴിഞ്ഞൊക്കെ നമുക്ക് ചോറുണ്ട് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പം അത് രണ്ടും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്വീറ്റ്, ആ ഒരു ക്രേവിങ്ങിനൊരു ഇത് വരും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സമയത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അല്ലെങ്കിൽ പഴമോ എന്തെങ്കിലും ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യണം. കുറെ ഫുഡ് കാര്യത്തിൽ നമുക്കൊന്ന് വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നെ സംബന്ധിച്ചാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിലും അത് മാനസികമായി നമ്മൾ അതിനൊരു ഡിസിഷൻ, ആ ഒരു കൺട്രോളും ആ ഒരു ഡിസിഷനും എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞാണ്, നമ്മൾ അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഒരു കോംപ്രമൈസ് വരുത്തിയാലേ അതൊക്കെ ശരിയാകത്തുള്ളൂ. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, വെള്ളം നമുക്കിപ്പോൾ ഫാസ്റ്റിംഗ് വിൻഡോയിലും വെള്ളം കുടിക്കാൻ പറ്റും. അപ്പം വെള്ളം കുടിക്കുന്ന ആരും ഒഴിവാക്കല്ല. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തവർ നല്ലപോലെ വെള്ളം കുടിക്കണം. ഒന്നാമത് ഇപ്പം ചൂട് സമയമാണ്, വെള്ളം നല്ലപോലെ കുടിക്കണം. അപ്പം അതെപ്പോൾ വേണേലും കുടിക്കാം, രാത്രിയിലും ഈ ഫാസ്റ്റിംഗ് വിൻഡോയിലും ഒക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അതിനൊരു കുഴപ്പമില്ല. ഞാനത് പറയാൻ പറഞ്ഞത്, രാവിലെ എണീറ്റ് ഞാൻ വെള്ളം കുടിക്കും, കാരണം എനിക്ക് തൈറോയിഡിന് ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് വന്ന് വർത്തമാനം പറഞ്ഞത്. പിന്നെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ നടക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വർക്കൗട്ടും കൂടെ ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ ആയാലും നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കുക, ബോഡി ഒരു എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ വരണം. അതിന് എന്തായാലും ഒരു അരമണിക്കൂർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ബോഡി അനങ്ങുന്ന കാര്യങ്ങൾ ചെയ്യണം. ചെയ്താലേ ഇതിനൊക്കെ ഒരു ഒരു നല്ലതായിട്ടൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഈ കഴിക്കുന്ന ഈ ഫുഡ് ഈറ്റിംഗ് പാറ്റേൺ, ഈ ഒരു ഫുഡ് കാര്യത്തിൽ ചിലർക്ക് യോജിക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണം ഞാൻ ഈ ചോറ്, അരിയുടെ ഭക്ഷണങ്ങളാണ് ഞാൻ കൂടുതലും കഴിക്കുന്നത്. അത് ചിലപ്പോൾ ചിലർക്ക് യോജിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ എൻ്റെ ബോഡി ടൈപ്പിന് അത് മതിയായിരിക്കും, അതുകൊണ്ടും കൂടെ ആയിരിക്കും. പിന്നെ ഇത് ഞാൻ ചെയ്യുന്ന രീതി ചെയ്താൽ വളരെ പതുക്കെ ഒരു റിസൾട്ട് വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാസം കൊണ്ട് 10-20 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഞാൻ വളരെ സമയം എടുത്ത് തന്നെ, ഞാൻ ഒരു 8 മാസമൊക്കെ എടുത്തു ഞാനൊരു എനിക്കൊരു 64 താന്നൊരു വെയിറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഒരു 63 ഒക്കെ അതിനൊരു 8 മാസമൊക്കെ എടുത്തു. ഞാൻ പിന്നെ അതിനൊരു ആ ഒരു ക്ഷമ ഞാൻ കണ്ടെത്തി. കാരണം അതാണ് എൻ്റെ ശരീരത്തിന് നല്ലതെന്നുള്ളൊരു എനിക്കങ്ങനെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ ക്ഷമിച്ചാണ് ഇത് അങ്ങനെ ഞാൻ അന്ന് കുറച്ചെടുത്തത്. ഇപ്പോഴാണേലും ഞാൻ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് 62.45 ആണ്. അപ്പം ഈ മാസം തന്നെ, ഇതിപ്പോ ഫെബ്രുവരി ലാസ്റ്റ് ആണ്, ഫെബ്രുവരി ലാസ്റ്റ് എത്രയെന്ന് അപ്പം ഇപ്പൊ എൻ്റെ വെയിറ്റ് 64.5 ആണ്. അടുത്ത മാസം ഈ സമയത്ത് എൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും എന്ന് എനിക്കൊന്ന് നോക്കണം. അത് കണ്ടിട്ട് ഞാൻ അടുത്ത മാസം ഒരു വീഡിയോ ഇടാം ഇതിനെപ്പറ്റി. ഞാനിപ്പം അടുത്ത മാസം ഒരു മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ വെയിറ്റ് എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ഒരു മാസം കഴിയുമ്പോൾ മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ഒരു വീഡിയോയും കൂടി ഇടും, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു സമയത്ത് കാണാം. ഹായ്, അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞാൻ പുട്ടും പയറുകറിയാണ്, ഗോതമ്പ് പുട്ടും പയറുകറിയാണ് ഞാൻ ഡിന്നറിന് ഇന്ന് കഴിക്കുന്നത്. ഗോതമ്പ് പുട്ട് ഞാൻ ഉണ്ടാക്കി, പയറുകറി രാവിലത്തെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് കഴിച്ചാൽ മതി. പിന്നെ ഞാൻ ഇടയ്ക്ക് ചായ കുടിച്ചായിരുന്നു. അതല്ലാതെ ഞാൻ ചായയുടെ കൂടെ സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല. കാരണം നമ്മൾ അത് കഴിഞ്ഞ ഉടനെ 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ ഡിന്നറൊക്കെ കഴിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ
എന്താ പറയുക, ഉച്ചയ്ക്കും ഇന്ന് ലഞ്ച് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പം തോരനും മുട്ട പൊരിച്ചതും എന്താ പറയുന്നത് അച്ചാറും ഒക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. അങ്ങനെ വലുതായിട്ട് ഡയറ്റിന് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എനിക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കഴിച്ചാണ് ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നടത്തുന്നത്. അപ്പം ഇനിയിപ്പം ഞാൻ ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി, എനിക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് വേറെ പണിയിൽ അകപ്പെട്ടു പോയി. അപ്പോഴത്തേനും എന്താ പറയുന്നത്, ഞാൻ ഉച്ചക്കത്തെ കഴിച്ചതിൻ്റെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതൊക്കെ ഞാൻ പറഞ്ഞത് ഓൾറെഡി. അപ്പം അതുകൊണ്ടാണ് റെസിപ്പീസ് ഒന്നും എനിക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ട. ഞാൻ ഡെയിലി ബ്ലോഗിനകത്ത് ഇടുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കഴിച്ചാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നട്ട്സ്, പിന്നെ അതുപോലെ പിന്നെ കുക്കുംബറും ക്യാരറ്റും ഞാൻ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് കഴിക്കും. അത് ഞാൻ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, കുക്കുംബർ ക്യാരറ്റ് ഞാൻ ചിലപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് കുറച്ച് കുക്കുംബറും ക്യാരറ്റും കഴിക്കും. പിന്നെ എന്താ പറയുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഞാനതൊക്കെ ഈ കുറച്ച് നാളായിട്ടൊന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അതൊക്കെ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കുക്കുംബറും ക്യാരറ്റും അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സാലഡ് പോലെ കഴിക്കും. പിന്നെ ഈ നട്ട്സ് കഴിക്കും. ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ, കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയാണ് നല്ലത്. എനിക്ക് മറ്റേ കറുത്ത മുന്തിരി അതാണ് നല്ലത്. പക്ഷെ അത് എനിക്ക് മേടിക്കണം. ഞാൻ ഇപ്രാവശ്യം പോയപ്പം അത് മേടിച്ചില്ല. അപ്പം എനിക്ക് കിസ്മിസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അതും കാഷ്യൂനട്ടും കിസ്മിസും കൂടെ കഴിക്കും ഇടയ്ക്ക്. ഇങ്ങനെ വൈകുന്നേരം ചായക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും കുറിക്കാൻ തോന്നുമ്പോൾ അതെടുത്ത് കുറച്ച് കഴിക്കും. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് കഴിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പം എൻ്റെ പുട്ടായിട്ടുണ്ട്. അപ്പം പുട്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് പുട്ട് കഴിച്ചിട്ടില്ല, കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം ഞാൻ പുട്ട് കാണിക്കാം. അപ്പോഴുണ്ടല്ലോ, ഇപ്പം സമയം 5:54. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പം ഏകദേശം 1 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ വീഡിയോ ഇടാം. എൻ്റെ വെയിറ്റ് എന്തായെന്നുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് 62.45. ഇതിൽ കൂടുവാണെങ്കിലും കുറയുവാണെങ്കിലും ഞാൻ പറയാം. ഇതിൽ കൂടുവാണെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ ഈറ്റിംഗ് പാറ്റേൺ, ആ ഈറ്റിംഗ് വിൻഡോ ഞാൻ മാറ്റും. അത് കുറച്ചുകൂടെ 16:8, 8:16 എന്നുള്ള റേഷ്യോയിലേക്ക് ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഇതേ രീതി തന്നെ ഫോളോ ചെയ്ത് പോകാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇനി വെയിറ്റ് കൂടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഫുഡിലൊരു മാറ്റം വരുത്തേണ്ടി വരും. ഇപ്പം കുറച്ച് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആകുന്നില്ല. കഴിഞ്ഞ 5 ദിവസം മാത്രമേ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ദിവസം ഞാൻ നേരെ അല്ലാതെ നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമല്ലോ, പുറത്തു നിന്നൊക്കെ എന്താ പറയുന്നത് മധുരമുള്ള കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നുണ്ട് ശനിയും ഞായറും ഉള്ള ദിവസങ്ങളിൽ. അപ്പം ബാക്കി 5 ദിവസം ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.